അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസുബ്ഹാനല്ലാഹിൽ അലീം വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين لكل دعوى النبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സ്നേഹമുള്ള രക്ഷിതാക്കളെ, അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. ഏറെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ, ഏറെ പവിത്രമായ സമയങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കുകയും ഇഷ്ടമുള്ളതിനെ പവിത്രത കൽപ്പിക്കുകയും ചെയ്യും. വറബ്ബുക യഖ്ലുഖു മാ യശാ വയഖ്താർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടമുള്ളത് സൃഷ്ടിക്കുകയും ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു മാസത്തിലെ ഏറെ ശ്രേഷ്ഠതകളും അനുഗ്രഹങ്ങളും മഹത്വങ്ങളും നിറഞ്ഞ അവസാന പത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് രണ്ട് രൂപത്തിലുള്ള മനസ്സുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു സമയങ്ങളെയും രണ്ട് രൂപത്തിൽ നോക്കിക്കാണുന്ന മനസ്സുകളെ, ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ മനസ്സ് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മനസ്സാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനെ തൗറാത്ത് വാങ്ങുവാൻ വിളിക്കുമ്പോൾ 70 ആളുകളെയും കൂട്ടിയാണ് മൂസാ നബി അലൈഹി ഇസ്ലാം യാത്ര തുടങ്ങുന്നത്. ബനു ഇസ്രായേൽ സമുദായത്തിൽ നിന്ന് 70 ആളുകളെയും ചേർത്ത് മൂസാ നബി അലൈഹി ഇസ്ലാം യാത്ര തുടങ്ങുമ്പോൾ അവരൊരുമിച്ചാണ് യാത്ര പുറപ്പെടുന്നത്. എന്നാൽ തൂരി സീന പർവ്വതത്തിന്റെ മുകളിലെത്തുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം ഒന്നാമതാണ്, മറ്റെല്ലാവരും പിറകിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, വമാ അഅജലക അൻ ഖൗമിക യാ മൂസ. മൂസ, നിന്റെ ഒപ്പമുള്ളവരെ വിട്ടേച്ചുകൊണ്ട് അവരെ എല്ലാം പിറകിലാക്കിക്കൊണ്ട് നീ ധൃതി പിടിച്ചു വരാൻ എന്താണ് കാരണം? അതിന് മൂസാ നബി അലൈഹി ഇസ്ലാം നൽകിയ മറുപടി, റബ്ബി ലിതർലാ, റബ്ബേ നിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ്. എൻ്റെ ഒപ്പമുള്ളവരെവിടെ എത്തി, എന്താണ് അവരിത്ര വൈകുന്നത് എന്നതൊന്നും ഞാൻ നോക്കാതെ ഞാൻ നിന്നിലേക്ക് ധൃതി പിടിച്ചു വന്നത് റബ്ബി ലിതർലാ, റബ്ബേ നിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് എന്ന്
മഹാനായ മൂസാ നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതാണ് ഒന്നാമത്തെ മനസ്സ്. ഇത്രയും ശ്രേഷ്ഠതകൾ നിറഞ്ഞ സമയത്ത് നിൽക്കുമ്പോൾ എന്താണ് മറ്റുള്ളവർ വൈകുന്നത് എന്നോ എന്താണ് അവരിത്ര പിന്നിലാകുന്നത് എന്നൊന്നും നോക്കാതെ നന്മയിലേക്ക് മുന്നേറണമെന്നും അള്ളാഹുലേക്ക് അടുക്കണമെന്നും ഓടിയടുക്കണമെന്നും ആഗ്രഹിക്കുന്ന മനസ്സാണ് ഒന്നാമത്തെ മനസ്സ്. തബൂക്കിൽ സ്വഹാബാക്കളിൽ നമ്മൾ കണ്ട മനസ്സും ആ മനസ്സാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് സ്വഹാബത്തിനെ വിളിക്കുന്ന രംഗം ചരിത്രത്തിൽ കാണാം, പ്രസിദ്ധമാണ്. മദീനയിൽ നിന്നും 660 കിലോമീറ്ററുകൾക്കപ്പുറത്താണ് തബൂക്ക് സ്ഥിതി ചെയ്യുന്നത്. ആ തബൂക്കിലേക്കുള്ള യാത്രയിൽ സ്വഹാബത്തിന്റെ കൈകളിലുള്ളത് വളരെ കുറച്ച് വിഭവങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ 17 പേർക്ക് സഞ്ചരിക്കുവാൻ ഒരൊട്ടകമാണ്. ആ രൂപത്തിലാണ് അവരുടെ യാത്ര. ഈത്തപ്പന മരങ്ങൾക്ക് രോഗം വന്ന് മദീനയിൽ വിശപ്പടക്കാനുള്ള ഭക്ഷണം പോലും ഇല്ലാതെ സ്വഹാബത്ത് പട്ടിണിയിലാണ്. കൊടും ചൂടിൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ 600 കിലോമീറ്റർ സഞ്ചരിച്ച് യാത്ര ചെയ്യണമെന്ന് പറയുന്നത് ആ സമയത്താണ്. എന്തിനാണ് യാത്ര? അള്ളാഹിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തിനാണ്. സ്വഹാബത്തിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വഹാബ, ഇസ്ലാമിന് വേണ്ടി നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ഈ സമയത്ത് ചെയ്യുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു സമ്പത്ത് മുഴുവൻ ഇസ്ലാമിന് നൽകി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സ്വത്ത് രണ്ടാക്കി പകുതി ഇസ്ലാമിന് നൽകി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു 200 ഊഖിയ നൽകി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ധാരാളം ദീനാറുകളും ദിർഹമുകളും കുതിരകളും ഒട്ടകങ്ങളും നൽകിയെന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. സ്വഹാബത്ത് മത്സരിക്കുകയായിരുന്നു, അവർ അള്ളാഹുവിലേക്ക് മുന്നേറുകയായിരുന്നു. എന്നാൽ രണ്ടാമതൊരു മനസ്സ് നമുക്ക് തബൂക്കിന്റെ ചരിത്രത്തിൽ കാണാം. അത് മുനാഫിഖീങ്ങളുടെ മനസ്സാണ്. മുനാഫിഖീങ്ങളുടെ നേതാവ് ജിദ് ബിൻ ഖൈസ്, അയാൾ റസൂലിനോട് വന്ന് പറയുന്നുണ്ട്, റസൂലെ, റോമക്കാരുമായിട്ടാണ് യുദ്ധം. 2 ലക്ഷം വരുന്ന റോമക്കാരും 30,000 വരുന്ന സ്വഹാബത്തുമാണ് യുദ്ധം. റസൂലെ, റോമയിലെ സ്ത്രീകളെല്ലാം സുന്ദരികളാണ്, അവരെ കണ്ട് എൻ്റെ നിയ്യത്ത് മാറുമോ, ഞാൻ ഭയപ്പെടുന്നു, ഞാൻ യുദ്ധത്തിന് വരുന്നില്ല. ഒരു നിസ്സാരമായ കാരണം പറഞ്ഞ് ആ മനുഷ്യൻ നന്മയിൽ നിന്ന് മാറി നിന്നു. മറ്റു ചില മുനാഫിഖീങ്ങൾ വന്ന് പറഞ്ഞു, റസൂലെ, കൊടും ചൂടാണ്, ശക്തമായ വെയിലാണ്, ഈ വെയിലത്താണോ യാത്ര, ഈ ചൂടത്താണോ യാത്ര, ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അവരും മാറി നിന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അവരെന്താണ് നഷ്ടപ്പെടുത്തിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗമാണ് പകരം നൽകാമെന്ന് പറയുന്നത്. ഈ യുദ്ധത്തിൽ ഷഹീദായാൽ ഷഹീദിന്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒന്നാമത്തെ രക്തത്തുള്ളിയിലൂടെ അവന്റെ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കാമെന്ന് പറയുമ്പോഴും ഷഹീദായ മനുഷ്യന്റെ തലയിൽ വെച്ചു കൊടുക്കുന്ന കിരീടത്തിലെ ഒരു വജ്രത്തിന് പോലും ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുമ്പോഴും ആ നന്മകളിൽ നിന്നെല്ലാം മാറി നിന്ന് അതിന് കാരണങ്ങൾ പറഞ്ഞു മുനാഫിഖീങ്ങളായ ആളുകൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏറെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ നന്മയിൽ മുന്നേറേണ്ടുന്ന ഈ ദിവസങ്ങളിൽ ഇതിലേത് മനസ്സാണ് നാം കരസ്ഥമാക്കിയത് എന്ന ഒരു ചിന്ത ആമുഖമായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഏറെ ശ്രേഷ്ഠത നിറഞ്ഞ ഈ സമയത്ത് മരണവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളോട് സംവദിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറെ പ്രമുഖനായ സ്വഹാബിയാണ് മാഇസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അസ്ലം ഗോത്രത്തിൽപ്പെട്ട സ്വഹാബിയാണ് മാഇസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്ന രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാം. ചെയ്തു പോയ ഏതോ ഒരു തെറ്റ് ഹൃദയത്തെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്, ഹൃദയത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം റസൂലിന്റെ അടുത്തേക്ക് എത്തി പറയുകയാണ്, യാ റസൂലല്ലാ ത്വഹിരിനി, അള്ളാഹുവിന്റെ റസൂലെ, എന്നെയൊന്ന് ശുദ്ധീകരിക്കണം, എന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കണം റസൂലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, വൈഹക് ഇർജ, മാഇസേ, നീ തിരിച്ചുപോ, നീ തിരിച്ചു മടങ്ങ മാഇസ്, വസ്തഗ്ഫിരില്ലാഹ്, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്ത്, വതുബ് ഇലൈഹി, നീ അവനോട് ഖേദിച്ചു മടങ്ങും. അപ്പൊ മാഇസ് റളിയല്ലാഹു അൻഹു കുറച്ച് നടന്ന് വീണ്ടും റസൂലിന്റെ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ത്വഹിരിനി, അള്ളാഹുവിന്റെ റസൂലെ, എന്നെ ശുദ്ധീകരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മറുപടി, വൈഹക് ഇർജ വസ്തഗ്ഫിരില്ലാഹ വതുബ് ഇലൈഹി, മാഇസേ, തിരിച്ചുപോ, ഇസ്തിഗ്ഫാർ നടത്ത്, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങും.
മാഇസ് റളിയല്ലാഹു അൻഹു വീണ്ടും കുറച്ച് പിന്നിലോട്ട് നടന്ന് വീണ്ടും റസൂലിന്റെ അടുത്തേക്ക് എത്തി അതേ മറുപടി. 3 തവണ ഇത് ആവർത്തിച്ചപ്പോൾ 4ാം തവണ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, ഫീമ ഉത്വഹിറുക്, മാഇസെ എന്തിൽ നിന്നാണ് ശുദ്ധീകരിക്കേണ്ടത്? 3 തവണ തിരിച്ചയച്ചിട്ടും തിരിച്ചു പോകാത്ത മാഇസ്, നിന്റെ ഹൃദയത്തെ ഇത്രയധികം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന എന്ത് തെറ്റാണ് മാഇസ്? ഫീമ ഉത്വഹിറുക്, എന്തിൽ നിന്നാണ് നിന്നെ ശുദ്ധീകരിക്കേണ്ടത്? മഹാനായ സ്വഹാബിയുടെ മറുപടി, മിനസ്സിന, റസൂലെ വ്യഭിചരിച്ചു പോയി. എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധം ഒരു അന്യ സ്ത്രീയുമായി സംഭവിച്ചു പോയി റസൂലെ, എറിഞ്ഞു കൊല്ലണമെന്നാണ് മഹാനായ സ്വഹാബി എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, അബിഹി മജ്നൂൻ, സ്വഹാബ മാഇസിന് ഭ്രാന്ത് ബാധിച്ചിട്ടുണ്ടോ? മനോനില തെറ്റി, മാനസിക നിലത്തി ആ രൂപത്തിലുള്ള സംസാരമാണോ? സ്വഹാബത്ത് പറഞ്ഞു, അന്നഹു ലൈസ ബിമജ്നൂൻ, അല്ല റസൂലെ, മാഇസിന് ആ രൂപത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അശരിബ ഖംറ, സ്വഹാബ മാഇസ് മദ്യപിച്ചിട്ടുണ്ടോ? ഒരു സ്വഹാബി ഇങ്ങനെ എഴുന്നേറ്റ് പോയി മാഇസ് റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ മണത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല റസൂലെ, ആ രൂപത്തിലുള്ള ഗന്ധമോ മണമോ ഒന്നും മാഇസിൽ ഞങ്ങൾ അനുഭവപ്പെടുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, അസനൈത്, മാഇസെ നീ വ്യഭിചരിച്ചു. ഇത്ര തവണ തിരിച്ചയച്ചിട്ടും തിരിച്ചു പോകാത്ത മാഇസ്, ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ എന്റെ മുന്നിൽ നിൽക്കുന്ന മാഇസ്, അസനൈത്, നീ വ്യഭിചരിച്ചോ മാഇസ്? നഅം യാ റസൂലല്ലാഹ്, അത് റസൂലെ സംഭവിച്ചു പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടൊരു കുഴി കുഴിക്കാൻ പറയുകയും മാഇസ് റളിയല്ലാഹു അൻഹു അതിലേക്ക് ഇറങ്ങി നിൽക്കുകയും സ്വഹാബത്ത് കല്ലെറിഞ്ഞുകൊണ്ട് ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല, മാഇസെ വ്യഭിചരിച്ചുവെങ്കിൽ ഒരു സ്ത്രീ ഉണ്ടാകുമല്ലോ, അതാരാണ്? ഒരു സ്ത്രീ ഉണ്ടാകുമല്ലോ മാഇസ്, അതാരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശരീരം മുഴുവൻ മൂടുപണമണിഞ്ഞ് ഗാമിദിയ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ റസൂലിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ആ പെണ്ണ് വന്നുകൊണ്ട് പറയുന്നത്, യാ റസൂലല്ലാഹ് ത്വഹിരിനി, അള്ളാഹുവിൻ്റെ റസൂലെ, എന്നെയും അങ്ങൊന്ന് ശുദ്ധീകരിക്കണം, എന്നെയും അങ്ങൊന്ന് കഴുകി വൃത്തിയാക്കണം റസൂലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാഇസിനോട് പറഞ്ഞ അതേ മറുപടി, വയഹകി ഇർജിഇ വസ്തഗ്ഫിരില്ലാഹ വതുബി ഇലൈഹി, പെണ്ണെ നീ തിരിച്ചു പോ, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്ത്, നീ തൗബ ചെയ്യ് പെണ്ണെ. ആ പെണ്ണിന്റെ മറുപടി, റസൂലെ, മാഇസ് തിരിച്ചു പോയതുപോലെ ഞാൻ പോകുമെന്നാണോ അങ്ങ് വിചാരിച്ചത്? അഥവാ റസൂല് തിരിച്ചു പോകാൻ പറഞ്ഞപ്പോ ഒരല്പം പിറകിലോട്ട് മാഇസ് റളിയല്ലാഹു അൻഹു പോയല്ലോ, അതുപോലെ ഞാൻ പോകുമെന്നാണോ താങ്കൾ വിചാരിച്ചത്? ഇന്ന ഫീ ബത്നി ഹംലം മിനസ്സിന, എന്റെ വയറ്റിൽ വ്യഭിചാരത്തിലൂടെയുള്ള കുഞ്ഞുണ്ട് റസൂലെ, അതുകൊണ്ട് ശിക്ഷ നടപ്പിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണെ, പ്രസവം കഴിഞ്ഞാൽ തിരിച്ചു വാ, നീയാണ് തെറ്റ് ചെയ്തത്, കുഞ്ഞ് നിരപരാധിയാണ്, പ്രസവം കഴിഞ്ഞാൽ തിരിച്ചു വാ. 9 മാസത്തെ അല്ലെങ്കിൽ 10 മാസത്തെ ഒരു കാലാവധി. ആ പെണ്ണ് തിരിച്ചുപോയി. പ്രസവത്തിന് ശേഷം ചോരപ്പൈതലിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് റസൂലിൻ്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് റസൂലിനോട് പറഞ്ഞു, റസൂലെ, ഇനി ശിക്ഷ നടപ്പിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഞ്ഞ് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ ഉതകുന്ന പ്രായമെത്തിയാൽ തിരിച്ചു വാ. 2 വർഷത്തെ 24 മാസത്തെ ഒരു ദൈർഘ്യമേറിയ കാലാവധി. ആ പെണ്ണ് തിരിച്ചുപോയി. 2 വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞിന്റെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണവും നൽകി അവൾ റസൂലിന്റെ അടുത്തേക്ക് എത്തി. യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, ഖദ് ഫതംതുഹു, ദാ കുഞ്ഞ് സ്വന്തമായി ഭക്ഷണം കഴിക്കുന്നുണ്ട് റസൂലേ, ഇനി ശിക്ഷ നടപ്പിലാക്കണം. അവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, 2 വർഷം ഒരു കുഞ്ഞിനെ പോറ്റി വളർത്തിയ, 2 വർഷം ആ കുഞ്ഞിന്റെ ഓമനത്വം മനസ്സിലാക്കിയ ഏതുമ്മാക്കാണ് ആ കുഞ്ഞിനെ വിട്ടുപിരിയുവാൻ സാധിക്കുക? ആ കുഞ്ഞ് ഉമ്മ എന്ന് വിളിക്കണമെന്ന് കേൾക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഏതുമ്മയാണ് ഉണ്ടാവുക? തന്റെ കുഞ്ഞൊന്ന് പിച്ച വെച്ച് നടക്കണമെന്ന് കാണണമെന്ന് ആഗ്രഹിക്കാത്ത ഏതുമ്മയാണ് ഉണ്ടാവുക? എന്നാൽ ആ ആഗ്രഹങ്ങളെക്കാൾ വലുതായിരുന്നു ചെയ്തു പോയ തെറ്റിനെ കുറിച്ചുള്ള ഖേദം. മുസ്ലിമീങ്ങളുടെ കൈകളിലേക്ക് അവൾ കുഞ്ഞിനെ നൽകി. സ്വഹാബത്ത് കുഴിച്ച കുഴിയിൽ അവൾ ഇറങ്ങി നിന്നു. കല്ലെറിഞ്ഞുകൊണ്ട് സ്വഹാബത്ത് ശിക്ഷ നടപ്പിലാക്കി എന്ന് ചരിത്രങ്ങളിൽ കാണാം.
പ്രിയമുള്ളവരെ, ഈ ചരിത്രം സൂചിപ്പിച്ചത് മഹാനായ മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചെയ്ത തെറ്റോ ആ ഗാമിദിയ പെണ്ണ് ചെയ്ത തെറ്റോ ഒരാളും അറിഞ്ഞിട്ടില്ല. ആരാരും അറിയാതെ അവർ ചെയ്ത തെറ്റാണ്. ഒരാളുപോലും അതറിഞ്ഞിട്ടില്ല. അതവർക്ക് രഹസ്യമാക്കാമായിരുന്നു. ഒരാളുപോലും അറിയാതെ അത് രഹസ്യമായി സൂക്ഷിക്കാമായിരുന്നു. എന്നാൽ ഈ തെറ്റ് പൊറുക്കപ്പെടാതെയാണ്, ഈ തെറ്റിന്റെ ശിക്ഷ നടപ്പിലാക്കാതെയാണ് റബ്ബിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ, മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എങ്കിൽ അതേറെ ഭയാനകരമായിരിക്കുമല്ലോ എന്നാലോചിച്ചപ്പോൾ റസൂലിന്റെ അടുത്തേക്ക് എത്തി രണ്ടുപേരും ശിക്ഷ ഏറ്റുവാങ്ങിയെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ സമ്മതത്തോടു കൂടിയല്ല. ഏത് തറവാട്ടിൽ ജനിക്കണം, ഏത് നാട്ടിൽ ജനിക്കണം, ആരുടെ മകനായി ജനിക്കണം, ആരുടെ മകളായി ജനിക്കണം, നമ്മളല്ല തീരുമാനിച്ചത്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ. നമ്മൾ ആരാണ് എന്ന് അറിയപ്പെടാത്ത, നമ്മൾ ആരാണ് എന്ന് ഓർക്കപ്പെടുവാൻ കഴിയാത്ത ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു 100 വർഷം മുമ്പേ, ഒരു 200 വർഷം മുമ്പേ നമ്മൾ അഡ്രസ്സ് ചോദിച്ചാൽ നമ്മൾക്ക് പറയാൻ കഴിയും? നമ്മൾ ആരായിരുന്നു, നമ്മൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കുമോ? ആ രൂപത്തിലുള്ള ഒരു കാലഘട്ടം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കാതെ ഭൂമിയിലേക്ക് നമ്മെ കൊണ്ടുവന്നു. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്മതമില്ലാതെ, നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു നിമിഷത്തിൽ, നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു സ്ഥലത്ത് വെച്ച് ഈ ഭൂമിയിൽ നമ്മളെ തിരിച്ചു കൊണ്ടുപോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇദാ ഖലല്ലാഹു ലി അബ്ദിൻ അയ്യമൂത ബി അർളിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് അവൻ മരണപ്പെടുന്നതിന് വേണ്ടി ഒരു സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ജഅല ലഹു ഇലൈഹാ ഹാജതൻ, അവിടേക്ക് അവൻ ഒരു ആവശ്യം അല്ലാഹു ഉണ്ടാക്കുമെന്നാണ്. മരണപ്പെട്ടു കഴിഞ്ഞാൽ മാതാപിതാക്കൾ പറയാറുണ്ട്, അവന് ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് അയക്കേണ്ടിയിരുന്നില്ല. ആ സമയത്ത് ആ 2 വീലർ എടുത്ത് അവിടേക്ക് പോകണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ്. ഈ സമയത്ത് അവിടേക്ക് പോകണ്ട, ആ വിദേശത്തേക്ക് പോകണ്ട, ആ ജോലിക്ക് പോകണ്ട ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് എൻ്റെ കുട്ടി മരിച്ചത് എന്ന് പറയാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അള്ളാഹു വിധിച്ച ആ സ്ഥലത്തേക്ക് ഒരാവശ്യമുണ്ടാക്കി അവിടേക്ക് അവനെ എത്തിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവർ, അവിടെ നമ്മൾ നിസ്സഹായരാണ്. അല്ലെ, നമ്മുടെ മരണത്തെ പോലും തടുത്തു മാറ്റുവാൻ, നമ്മുടെ മരണത്തെ പോലും ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മുന്തിക്കുവാനോ പിന്തിക്കുവാനോ പോലും കഴിയാത്ത ദുർബലരാണ്, നിസ്സഹായരാണ് മനുഷ്യരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ആ മരണം ഏറെ ഭീകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ആ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും മാറ്റുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി പഠിപ്പിക്കുന്നു. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഓരോരുത്തരുടെയും അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും, ഒരു മിനിറ്റ് പോലും മുമ്പിലോട്ടോ പിന്നിലോട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുകയില്ല. അല്ലാഹ് വീട് പണി കഴിയാൻ ഒരാഴ്ച കൂടിയേ ബാക്കിയുള്ളൂ, ഒരാഴ്ച ഒന്ന് നീട്ടിത്തരണേ. നാളെ മകളെ കല്യാണമാണല്ല, ഒരാഴ്ച, ഒരു ദിവസം ഒന്ന് നീട്ടിത്തരണേ. ചെറിയ മക്കളാണ്, പ്രായപൂർത്തിയാകുന്നത് വരെ അതുവരെയുള്ളൊരു താമസമെങ്കിലും നൽകണേ. ആ വിലാപങ്ങൾക്കൊന്നും വിലയില്ലാത്ത സമയമാണത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് സമയമുണ്ട് നന്മകൾ പ്രവർത്തിക്കുവാനും, ഖുർആൻ ഓതുവാനും, നമസ്കാരം നിർവഹിക്കുവാനും, സ്വതക്കകൾ നിർവഹിക്കുവാനും, ഇതുപോലുള്ള മജ്ലിസുകളിലേക്ക് എത്തുവാനും ഒരുപാട് സമയങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ആ നന്മകൾക്കെല്ലാം വിലക്കിടുന്ന, ആ നന്മകളുടെ അവസരങ്ങളെല്ലാം നിശ്ചലമായി തീരുന്ന ഒരു സമയമാണ് മരണത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്നത്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, മരണം വന്നെത്തിക്കഴിഞ്ഞാൽ ഖാല റബ്ബിർജിഊൻ, മനുഷ്യൻ പറയുമെന്നാണ്, റബ്ബേ ഒന്ന് തിരിച്ചയക്കണേ, ദുനിയാവിലേക്ക് ഒന്ന് തിരിച്ചയക്കണേ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ചെയ്യാതെ വിട്ടേച്ചു പോയ ഒരുപാട് നന്മകളുണ്ട് റബ്ബേ, ഒരുപാട് നന്മകൾ ചെയ്യാതെ വിട്ടേച്ചു പോയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് പ്രവർത്തിക്കുവാൻ ദുനിയാവിലേക്കൊന്ന് തിരിച്ചയക്കണേ എന്ന് മനുഷ്യൻ വിലപിക്കുന്ന, അവൻ കരയുന്ന സമയമാണ് മരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു.
എന്താ അള്ളാന്റെ മറുപടി? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. വേണ്ടടോ, അതവന്റെ വെറും വർത്തമാനം മാത്രമാണ്. അവനെ ദുനിയാവിലേക്ക് തിരിച്ചയച്ചാൽ അവന് ചെയ്യാനുള്ളത് അവന്റെ പഴയ പണി തന്നെയാണ്. നന്മകളിലേക്ക് മുന്നേറണമെന്നോ നന്മകളിലേക്ക് അവന് തിരിച്ചു കയറണമെന്നോ ആഗ്രഹിക്കാതെ അവൻ അവന്റെ പഴയ പണി തന്നെ എടുത്തുകൊണ്ടിരിക്കും. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അതവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെറും വർത്തമാനം മാത്രമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഇനി ഉയർത്തെഴുന്നേൽപ്പ് വരെ ബർസഖാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയമുള്ളവരെ, ആ സമയത്തുള്ള വിലാപങ്ങൾക്കൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വിലയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ അവസരം കിട്ടിയിട്ട് ഇതുപോലുള്ള ഒരു റമളാൻ നമുക്ക് ലഭിച്ചിട്ട് ആ റമളാനിൽ ഖുർആൻ ഇറങ്ങിയ മാസമായിട്ട് ഒരു ഖത്മ പോലും നമുക്ക് തീർക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, അവസാന 10 ലഭിച്ചിട്ട് അള്ളാഹുവിന്റെ പള്ളിയിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് രാത്രിയിലൊന്ന് ഇരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ, നന്മകൾക്ക് ധാരാളം അവസരങ്ങൾ ലഭിച്ചിട്ടും അതിലേക്കൊന്നും മുന്നേറാത്ത മനുഷ്യനാണ് എങ്കിൽ, മരണത്തിന്റെ സമയത്ത് പറയുന്ന വാക്കാണ് ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. ചെയ്യാതെ വിട്ടേച്ചു പോയ നന്മകളിലേക്ക് റബ്ബേ നീ ഒന്ന് അയക്കണമേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ ഇസ്തഅമലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയിൽ നന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഒരടിമയിൽ അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവന് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നൽകും. അവനെ കൊണ്ട് അല്ലാഹു പ്രവർത്തിപ്പിക്കും. അപ്പൊ സ്വഹാബത്ത് ചോദിക്കാണ്, കൈഫ യസ്തഅമിലുഹു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് അവരുടെ പ്രവർത്തനങ്ങൾ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ലൽ മൗത്ത്. മരണത്തിന് മുമ്പേ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ അവർക്ക് അല്ലാഹു തൗഫീഖ് നൽകും. ഓ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടത് ദീനിൽ എവിടെയാണ് നമ്മുടെ സ്ഥാനം? ദീനിൽ പ്രവർത്തിക്കുവാൻ, നന്മകൾ ചെയ്യുവാൻ ദീനിൽ എവിടെയാണ് നമ്മുടെ സ്പേസ്, നമ്മുടെ സ്ഥലം നമ്മൾ ഉണ്ടാക്കണം. മദീന പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് രാത്രിയിൽ ജനാസ നമസ്കരിക്കുന്നു. ആർക്ക് വേണ്ടിയാണ് നമസ്കാരം? ഒരു പെണ്ണിന് വേണ്ടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നില്ല, സ്വഹാബത്ത് ഒരു സാധാരണക്കാരിയായ പെണ്ണിന് വേണ്ടി ജനാസ നമസ്കരിക്കുന്നു മദീന പള്ളിയിൽ. സ്വഹാബത്ത് നമസ്കാരത്തിന് ശേഷം അവളെ ബഖീയിൽ കൊണ്ടുപോയി മറമാടുന്നു. പിറ്റേ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരമറിയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീക്ക് വേണ്ടി ജനാസ നമസ്കരിക്കാത്തതിൽ ഖേദിക്കുന്നു. സ്വഹാബത്ത് വിവരം അറിയിക്കാത്തതിന്റെ പേരിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കോപിഷ്ഠനാകുന്നു. ആർക്ക് വേണ്ടി നമസ്കരിക്കാത്തതിന്റെ പേരിൽ? ഒരു സാധാരണക്കാരിയായ സ്ത്രീക്ക് വേണ്ടി ജനാസ നമസ്കരിക്കാത്തതിന്റെ പേരിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടൊപ്പം അവളുടെ ഖബറിലേക്ക് എത്തുന്നു. അവിടെ വെച്ചുകൊണ്ട് അവൾക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നമസ്കരിക്കുന്നു. ആരായിരുന്നു അവൾ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് നമസ്കരിക്കുന്ന ഭാഗം അടിച്ചുവാരി വൃത്തിയാക്കുന്നവളായിരുന്നു അവൾ. അവളുടെ ദീനിലുള്ള സ്ഥാനം അവൾ ഉറപ്പിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ സ്ഥാനം എന്താണ്? നന്മകളുടെ മാർഗത്തിൽ ആ രൂപത്തിലൊരു സ്ഥാനം ഏറ്റെടുക്കുവാൻ, ആ രൂപത്തിലൊരു സ്ഥലം നമുക്ക് വേണ്ടി നിശ്ചയിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഖൈർ ഉദ്ദേശിച്ചത് കൊണ്ടാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എത്ര ഭീകരമായിട്ടാണ് ആ മരണത്തിന്റെ രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത്. സൂറത്തുൽ ഖിയാമയിലൂടെ അല്ലാഹ് പറയുന്നു, കല്ലാ ഇദാ ബലഗത്തിത് തറാഖിയ. ആ റൂഹെങ്ങാനും തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ പെരുവിരൽ മുതൽ റൂഹ് പിടിച്ചു തുടങ്ങി അവസാനം ഗർ ശബ്ദമുണ്ടാകുന്നതോടുകൂടി റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ, തുരച്ചു വരുന്ന ഒരു മഹാസമുദ്രം മുന്നിലുണ്ടെങ്കിൽ അത് മുഴുവൻ കുടിച്ചു തീർക്കാൻ മാത്രം ദാഹമുള്ള രംഗം നമ്മുടെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ, വഖീല മൻ റാഖ്. ആരുണ്ടടോ ആ വേദനയിൽ നിന്നൊന്ന് ആശ്വസിപ്പിക്കുവാൻ, ആ സമയത്തൊന്ന് മന്ത്രിച്ചു തരുവാൻ, സമാശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ആ വേദനയിൽ നിന്നൊന്ന് ആശ്വസിപ്പിക്കുവാൻ ആരുണ്ടടോ എന്ന അല്ലാഹുവിന്റെ ചോദ്യമാണ്.
അപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മുടെ ബെഡിന്റെ തമ്പത്ത് നമ്മുടെ ഭാര്യ ഉണ്ടാകും, നമ്മുടെ ഭർത്താവ് ഉണ്ടാവും, നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാവും, മക്കളുണ്ടാവും. ആശുപത്രിയിലേക്ക് പോകാൻ പണമില്ല, അയൽവാസികൾ സഹായിക്കും. വാഹനമില്ല, അയൽവാസികൾ സഹായിക്കും. ചികിത്സിക്കാൻ പണമില്ല, നാട്ടുകാർ സഹായിക്കും. എല്ലാത്തിനും ആളുകളുണ്ട്, സഹായിക്കാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ വഖീല മൻ റാഖ്, ആ വേദനയിൽ നിന്ന് ആശ്വസിപ്പിക്കുവാൻ ആരുണ്ട് എന്ന് അള്ളാഹുവിന്റെ ചോദ്യമാണ്. വളന്ന അന്നഹുൽ ഫിറാഖ്, അവനറിയും അവന്റെ വേർപാടിനുള്ള സമയമായി. നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു ആയത്താണത്. വളന്ന അന്നഹുൽ ഫിറാഖ്, അവനറിയും അവന്റെ വേർപാടിനുള്ള സമയമായി. ഞാനറിയും എന്റെ വേർപാടിനുള്ള സമയമായി. നമ്മുടെ ഉപ്പാന്റെ മയ്യത്ത്, ആ മയ്യത്തിന്റെ മുഖത്ത് നിന്ന് കഫംപുടവ മാറ്റി അവസാനമായി നെറ്റിയിൽ ചുംബനങ്ങൾ നൽകിയവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഉമ്മാന്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വർഹംഹാ, അവൾക്ക് പുറത്തു കൊടുക്കണേ, നിന്റെ ഉമ്മാനോട് കരുണ കാണിക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അയൽവാസികളുടെ മരണരംഗം കണ്ടവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അള്ളാന്റെ ചോദ്യം, എൻ്റെ ഉമ്മ മരിച്ചത് നോക്ക്, നിന്റെ ഉപ്പ മരിച്ചത് നോക്ക്, മക്കളുടെ മരണം നോക്ക്, ഇതൊന്നുമല്ല. വളന്ന അന്നഹുൽ ഫിറാഖ്, നാം അറിയും നമ്മുടെ ചുറ്റും കൂടി നിൽക്കുന്നവരെ വിട്ടേച്ചുകൊണ്ട് ഞാൻ മരിക്കാനുള്ള സമയമായി എന്ന് നമ്മൾ അറിയുന്ന രംഗം ജീവിതത്തിൽ വരാനുണ്ട്. പലപ്പോഴും അത് നമുക്ക് ചിന്തിക്കാൻ കഴിയൂല. മരണത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും ഞാൻ മരിച്ചാൽ എൻ്റെ കുട്ടികൾക്കാരാ, എൻ്റെ ഭാര്യക്കാരാ, ഞാൻ മരിച്ചാൽ എൻ്റെ കുടുംബത്തിലാരാ, ഇതാണ് നമ്മുടെ ചോദ്യം. പ്രിയമുള്ളവരെ, നമ്മൾ മരിച്ചാലും അവർ സുഖമായി ജീവിക്കും. ഒരുപക്ഷെ നമ്മൾ മരിച്ചാലായിരിക്കും അവർ സുഖമായി ജീവിക്കുക. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല, അപ്പൊ നാട്ടുകാരിങ്ങനെ വിചാരിക്കും അവിടെ ഒരു കുടുംബനാഥനുണ്ടല്ലോ, അവന് നോക്കിക്കോളും. എന്നാൽ വീടിന്റെ പണി തീർക്കുവാനുള്ള സാമ്പത്തികം നമുക്കുണ്ടാവുകയുമില്ല. ആ രൂപത്തിൽ നമ്മളും കുടുംബക്കാരും പ്രയാസപ്പെടും. എന്നാൽ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ പറയും ആ വിധവയാണ്, എത്തിയ മക്കളാണ്, ആ വീടിന്റെ പണി പൂർത്തിയാക്കി കൊടുക്കാം, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. ഒരുപക്ഷെ നമ്മൾ മരണപ്പെട്ടാലായിരിക്കും നമ്മുടെ കുടുംബത്തിനേറെ സുഖകരമായി ജീവിക്കുവാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ മരണപ്പെട്ടാൽ, ഞാൻ മരണപ്പെട്ടാൽ ആ രംഗം എന്തായിരിക്കും? ചുറ്റുമുള്ളവരെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, ചുറ്റുമുള്ളവരെല്ലാം നെറ്റിയിൽ വിയർപ്പ് തുള്ളികളുമായി അവർ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, പുഞ്ചിരി തൂകിയ മുഖവുമായി നെറ്റിയിൽ വിയർപ്പ് തുള്ളികളുമായി നമുക്ക് മരണപ്പെടാൻ സാധിക്കുമോ? വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തിസ് സാഖു ബിസ്സാഖ്, കണങ്കാലുകൾ തമ്മിൽ വിപരീത ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന സന്ദർഭം. അത് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ഉളുഹിയത്തിന് പോത്തിനറുക്കണ രംഗം ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മളെ പുരുഷന്മാരതെല്ലാം കണ്ടവരായിരിക്കും അല്ലെ. ആ പോത്തിനറുക്കുന്ന സമയത്ത് പോത്തിന്റെ നാവ് പുറത്തേക്ക് തൂങ്ങും, അതിന്റെ താടിയെല്ലുകൾ താഴോട്ട് തൂങ്ങും, അതിന്റെ കണങ്കാലുകൾ തമ്മിൽ കൂടിപ്പിണയാൻ തുടങ്ങും, അതിന്റെ കണ്ണുകൾ മുകളിലോട്ട് പോകും. ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഇതേ അവസ്ഥ മനുഷ്യന്റെ ജീവിതത്തിൽ വരാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ആ സമയത്ത് ചുറ്റുമുള്ളവരുടെ ബാധ്യതയാണ്, കണങ്കാലുകൾ തമ്മിൽ വിപരീത ദിശയിലേക്ക് കൂടിപ്പിണഞ്ഞു നിൽക്കുമ്പോൾ ചുറ്റുമുള്ളവരുടെ ബാധ്യതയാണ് ഒരു ചെറിയ തുണിക്കഷ്ണം കൊണ്ട് അത് കെട്ടിക്കൊടുക്കൽ. താടിയെല്ല് തൂങ്ങിക്കിടക്കുമ്പോൾ ചുറ്റുമുള്ളവരുടെ ബാധ്യതയാണ് ഒരു ചെറിയ തുണിക്കഷ്ണം കൊണ്ട് ചെവിയിലേക്ക് അതൊന്ന് ചേർത്ത് വെക്കൽ. കണ്ണുകൾ മേപ്പോട്ടുയർന്ന് മലക്കുൽ മൗത്തിനെ പിന്തുടർന്ന് കണ്ണുകൾ വെള്ള നിറമായി തീർന്നാൽ ചുറ്റുമുള്ളവരുടെ ബാധ്യതയാണ് കണ്ണൊന്നടച്ചു കൊടുക്കൽ. ഇപ്പൊ നമുക്ക് മറ്റുള്ളവരോട് പല ബാധ്യതകളുമുണ്ട്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിനോട് 6 ബാധ്യതകളുണ്ട്. കണ്ടുമുട്ടിയാൽ സലാം പറഞ്ഞാൽ പിന്നെ റദ്ദു കൊടുക്കണം. അതുപോലെ തന്നെ അവന് മരണപ്പെട്ട് കഴിഞ്ഞാൽ ജനാസ പിൻപറ്റണം, രോഗിയായി സന്ദർശിക്കണം, തുമ്മിയാൽ അൽഹംദുലില്ലാ പറഞ്ഞാൽ ഇർഹമുക്കല്ലാഹ് പറയണം. ആ രൂപത്തിൽ പല ബാധ്യതകളും. എന്നാൽ മറ്റുള്ളവർക്ക് നമ്മോട് ബാധ്യത വരുന്ന ദിവസത്തെക്കുറിച്ചാണ് ഗൗരവത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത്. മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടുന്ന രംഗം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു. നസല ഇലൈഹി മിനസ് സമാഇ മലായികത്തുൻ ബീദുൽ വുജൂഹ്, നല്ല ആത്മാവാണ് എങ്കിൽ, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് തൗഹീദോടുകൂടി സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിച്ച നല്ല ആത്മാവാണ് എങ്കിൽ, നല്ല വെളുത്ത മുഖമുള്ള മലായിക്കത്തുകൾ ആകാശത്ത് നിറങ്ങി വരും. കാന വുജൂഹഹുമുശ് ശംസ്, അവരുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചിരിക്കും. മഅഹും കഫ്നും മിൻ അക്ഫാനിൽ ജന്ന വഹനൂത്തും മിൻ ഹുനൂത്തിൽ ജന്ന,
അവരുടെ കൈകളിൽ സ്വർഗീയ വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കും, അവരുടെ കൈകളിൽ സ്വർഗീയ സുഗന്ധങ്ങൾ ഉണ്ടായിരിക്കും. അവന്റെ കണ്ണെത്തും ദൂരത്ത് വന്നിരുന്നു കൊണ്ട് മലക്കുൽ മൗത്ത് തലക്കരികിൽ വന്നിരിക്കും. എന്നിട്ട് മലക്കുൽ മൗത്ത് പറയും, അയ്യതുഹൻ നഫ്സു ത്വയ്യിബ ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ. നല്ല ആത്മാവേ, അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കും അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല സുന്ദരമായി എടുക്കുന്ന ഒരു രൂപം, അവന്റെ മയ്യത്തിനെ വളരെ സുന്ദരമായി സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടെടുക്കുന്ന ഒരു രൂപം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്നാൽ രണ്ടാമതൊരു മരണം, രണ്ടാമതൊരു മലക്കുൽ മൗത്തിന്റെ ഇറങ്ങി വരൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സൂദുൽ വുജൂഹ്, നല്ല കറുത്ത മുഖമുള്ള മലായിക്കത്തുകൾ ആകാശത്ത് നിറങ്ങി വരും. മഅഹുമുൽ മുസൂഹ്, നല്ല പരുപരുക്കുള്ള നല്ല പരുത്തതായ തുണിയിലായിരിക്കും അവന്റെ ആത്മാവിനെ അവർ ഏറ്റുവാങ്ങുക. ഫയജ്ലിസൂന മിൻഹു മദ്ദൽ ബസ്രി സുമ്മ യജീഉ മലക്കുൽ മൗത്ത്. അവന്റെ കണ്ണെത്താ ദൂരത്ത് അവന്റെ തലക്കരികിൽ മലക്കുകൾ ഇരിക്കുകയും മലക്കുൽ മൗത്ത് ഇറങ്ങി വരികയും, യാ അയ്യതുഹൻ നഫ്സുൽ ഖബീസ, ഓ മോശമായ ആത്മാവേ, ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹി വഗളബിൻ, അള്ളാഹുവിന്റെ കോപത്തിലേക്കും അവന്റെ ദേഷ്യത്തിലേക്കും ഇറങ്ങി വാ എന്ന് ആ മലക്ക് പറയുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇതിലേത് മരണം വേണം തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഇതിലേത് മരണം വേണം നിശ്ചയിക്കേണ്ടത് നമ്മളാണ്. മരണാനന്തര ജീവിതത്തിലും ആ മരണത്തിന്റെ സമയത്തും വിജയിക്കുവാൻ ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കേണ്ടത് നമ്മളാണ്. ഒറ്റക്കാകുന്ന ദിവസമാണ്, ഒരാളും കൂട്ടിനില്ലാത്ത ദിവസമാണ്, ഒരാൾക്കും ഒന്നും ചെയ്തു തരാൻ കഴിയാത്ത ദിവസത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. വഖ്ശൗ യൗമാ, ഒരു ദിവസത്തെയും സൂക്ഷിക്കണേ. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈആ. പിതാവിന് മക്കൾക്ക് വേണ്ടിയോ മക്കൾക്ക് പിതാവിന് വേണ്ടിയോ ഒന്നും ചെയ്തു കൊടുക്കാത്ത, എല്ലാവരും ഒറ്റക്കാകുന്ന ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പ്രിയമുള്ളവരെ, ആ ദിവസത്തിന് വേണ്ടി എന്താണ് കൈകളിലുള്ളത്? ഇത് ഗൗരവത്തിൽ നാം ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മുടെ നഫ്സിനോട് നമ്മൾ ഗൗരവത്തിൽ ചോദിക്കേണ്ട ചോദ്യമാണ്. എത്ര നമസ്കാരങ്ങളുണ്ട്, എത്ര സ്വതക്കകളുണ്ട്, എത്ര അദ്കാറുകളുണ്ട്? റബ്ബിന്റെ മുന്നിൽ ഒറ്റക്കിരുന്ന് കരഞ്ഞ, ഒറ്റക്കിരുന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി കൈകൾ ഉയർത്തിയ എത്ര നിമിഷങ്ങളുണ്ട്, എത്ര രാത്രികളുണ്ട്? സലഫുകൾക്ക് പറയുവാനുണ്ടായിരുന്നു ഒരുപാട് രാത്രികളെ കുറിച്ച്. ഇസ്ലാമിന് വേണ്ടി, ദീനിനു വേണ്ടി സഹിച്ച ത്യാഗങ്ങളുടെ ഒരുപാട് ചരിത്രങ്ങൾ അവർക്ക് അയവറക്കാനുണ്ടായിരുന്നു. അവർക്ക് റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കുവാൻ ആ രൂപത്തിലുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ത യുദ്ധത്തിന് സ്വഹാബത്തിനെ ഒരുക്കുമ്പോൾ 3 സ്വഹാബാക്കൾക്ക് ഇസ്ലാമിന്റെ കൊടി നൽകുന്നുണ്ട്, അഥവാ സൈന്യാധിപന്മാരാക്കി നിശ്ചയിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യത്തെ നേതാവ് സെയ്ദ് ബിൻ ഹാരിസയാണ്. ഇൻ ഖുതില സെയ്ദ് കൊല്ലപ്പെട്ടാൽ ജഅഫർ ബിൻ അബീ ത്വാലിബാണ്. ജഅഫർ കൊല്ലപ്പെട്ടാൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹയാണ്. ഒരു സൈന്യത്തിൽ, ഒരു യുദ്ധത്തിൽ എന്തിനാണ് 3 സൈന്യാധിപന്മാർ? അവർക്കറിയാമായിരുന്നു, സെയ്ദ് ബിൻ ഹാരിസക്ക് അറിയാമായിരുന്നു ഞാൻ ഷഹീദാകും, ജഅഫർ കൊടിയേറ്റെടുക്കും. ജഅഫറിന് അറിയാമായിരുന്നു ഞാൻ ഷഹീദാകും, അബ്ദുള്ള കൊടിയേറ്റെടുക്കും റളിയല്ലാഹു അൻഹും അജ്മഈൻ. പക്ഷേ മരണത്തിന്റെ കൊടിയും വാങ്ങി, ഡേറ്റും വാങ്ങി അവർ മുഅ്ത യുദ്ധത്തിലേക്ക്, മുഅ്തയുടെ രണാങ്കണത്തിലേക്ക് അവർ പുറപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോയിട്ടില്ല. പക്ഷെ റസൂൽ മദീനയിലിരുന്ന് മുഇസ്സത്ത് കൊണ്ട് സ്വഹാബത്തിന് യുദ്ധം വിവരിച്ചു കൊടുക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബ, സെയ്ദ് ബിൻ ഹാരിസ കൊടിയേറ്റെടുത്തു. സെയ്ദ് ബിൻ ഹാരിസ ശക്തമായി പോരാടുന്നു. സെയ്ദിന്റെ പിരടിയിലേക്ക് വട്ടേറ്റ് സെയ്ദ് ബിൻ ഹാരിസ ഷഹീദായിട്ടുണ്ട്. ജഅഫർ ബിൻ അബീ ത്വാലിബ് കൊടിയേറ്റെടുത്ത് ശക്തമായി പോരാടുന്നുണ്ട്. എന്നാൽ ജഅഫറിന്റെ വലത്തെ കൈകൾ മുശ്രിക്കുകൾ കൊത്തി മാറ്റി ഇടത്തെ കൈയിലേക്ക് കൊടി മാറ്റി പിടിച്ച് ജഅഫർ ശക്തമായി പോരാടുന്നു. ജഅഫറിന്റെ ഇടത്തെ കൈയും ശത്രുക്കൾ അരിഞ്ഞു മാറ്റി ജഅഫർ 2 കൈകളും അറ്റുപോയ അവസ്ഥയിൽ മുഅ്തയുടെ രണാങ്കണത്തിൽ യുദ്ധത്തിൽ പോരാടുന്നുണ്ട്. ജഅഫറും ഷഹീദായി, അബ്ദുല്ലാഹി ഇബ്നു റവാഹ കൊടിയേറ്റെടുത്തു, അബ്ദുള്ളയും ഷഹീദായി റളിയല്ലാഹു അൻഹും അജ്മഈൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞ്
ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു രംഗം ചരിത്രത്തിൽ കാണാം. അദ്ദേഹം ഇങ്ങനെ ചെല്ലുമ്പോൾ ഉപ്പ മരിച്ചതറിയാതെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയുടെ അടുത്തേക്ക് കടന്നു ചെന്ന് പറയാണ്, അബ്ശിരി, പെണ്ണെ നീ സന്തോഷിക്കുക, പെണ്ണെ നീ സന്തോഷിക്കുക. മുഅ്തയുടെ രണാങ്കണത്തിൽ ജഅഫറിന്റെ 2 കൈകൾ മുശ്രിക്കുകൾ കൊത്തി മാറ്റിയിട്ടുണ്ട്. എന്നാൽ അറ്റുപോയ അറുത്തുമാറ്റിയ കൈകൾക്ക് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ചിറകുകൾ വെച്ചു കൊടുക്കുകയും വഹുവ യുതീറു മഅൽ മലായികതി ഫിസ്സമാ, ആകാശത്തിലൂടെ ആ ചിറകുകൾ മുഖേന മലായികത്തുകളോടൊപ്പം ജഅഫർ പാറിക്കളിക്കുന്നുണ്ട്. പെണ്ണെ അബ്ശിരി, നീ സന്തോഷിക്കുക എന്ന് പറയുന്ന ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കാണാം. പ്രിയമുള്ളവരെ, അവർക്ക് പറയാനുണ്ടായിരുന്ന ചരിത്രങ്ങൾ. അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ആ രൂപത്തിലുള്ള ചരിത്രമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഒരാൾ വന്ന് പറയുകയാണ്, റസൂലേ, എൻ്റെ വീടിന് ഒരു അതിർത്തി വെക്കണം. അപ്പൊ ഒരു ഭാഗത്ത് അയൽവാസിയുടെ ഒരു ഈത്തപ്പന മരണ്ട്, ഞാൻ എത്ര ചോദിച്ചിട്ടും അവൻ തരുന്നില്ല. ഒന്നെങ്കിൽ അവനത് വെട്ടി മാറ്റണം, അല്ലെങ്കിൽ എനിക്ക് വിൽക്കണം, എന്നാലേ അതിര് വെക്കാൻ പറ്റൂ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് ചോദിച്ചു. ആ മനുഷ്യൻ വിൽക്കുവാൻ തയ്യാറായില്ല. റസൂല് പറഞ്ഞു, സ്വർഗമുണ്ട്, നീ അത് വിൽക്കണം. ആ മനുഷ്യൻ പറഞ്ഞു, വേണ്ട റസൂലേ, സ്വർഗം വേണ്ട, ഞാനത് വിൽക്കൂല. അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു സ്വർഗമുണ്ട് എന്ന വാക്ക് കേട്ടു. അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ സുന്ദരമായൊരു തോട്ടമുണ്ടായിരുന്നു. ആരും കണ്ടാൽ കൊതിച്ചു പോകുന്ന, ആരും കണ്ടാൽ ആഗ്രഹിച്ചു പോകുന്ന ഒരുപാട് ഈത്തപ്പന മരങ്ങളുള്ള ഒരു സുന്ദരമായ തോട്ടം. അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്ന് പറയാണ്, അബൂദ്ദഹ്ദാഹിന്റെ തോട്ടം മുഴുവൻ നൽകാം, പകരം ആ ഒരു ഈത്തപ്പഴമരം തരുമോ? പകരം ആ ഒരു ഈത്തപ്പന മരം തരുമോ? അബൂദ്ദഹ്ദാഹിന്റെ തോട്ടം മുഴുവൻ നൽകാം. ആ മനുഷ്യൻ സമ്മതിച്ചു. കച്ചവടം നടന്നു. അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു ദുനിയാവ് കൊടുത്തു, സ്വർഗം നേടിയെടുത്തു. ആ മനുഷ്യൻ പരലോകം നഷ്ടപ്പെടുത്തി ദുനിയാവ് നേടിയെടുത്തു. അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുത്തേക്ക് എത്തി പറയാ, റസൂലേ, ദാ അബൂദ്ദഹ്ദാഹ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അബൂദ്ദഹ്ദാഹിന് സ്വർഗമില്ലേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അബൂദ്ദഹ്ദാഹിന് സ്വർഗത്തിൽ എത്ര ഈത്തപ്പന മരങ്ങളാണ്, എത്രയെത്ര ഈത്തപ്പന മരങ്ങളാണ് അബൂദ്ദഹ്ദാഹിനെ സ്വർഗത്തിൽ കാത്തിരിക്കുന്നത് എന്ന് പറയുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, അവരിലേക്ക് വന്ന അതേ മലക്കുൽ മൗത്താണ് നമ്മിലേക്കും വരാനുള്ളത്. ഈ ചരിത്രങ്ങൾ മുന്നിൽ വെച്ച് നമ്മൾ ചിന്തിക്കുക. ഇവരിലേക്ക് വന്ന അതേ മലക്കുൽ മൗത്താണ് നമ്മിലേക്കും വരാനുള്ളത്. അവർ പ്രവേശിച്ച അതേ സ്വർഗത്തിലാണ് നമുക്കും പ്രവേശിക്കുവാനുള്ളത്. സമ്പത്ത് കൊടുത്തും ശരീരം കൊടുത്തും നാട് കൊടുത്തും അവർ നേടിയെടുത്ത അതേ സ്വർഗത്തിലാണ് നമുക്കും പ്രവേശിക്കുവാനുള്ളത്. എന്താണ് കൈകളിലുള്ളത്? ബദർ യുദ്ധവേളയിൽ ഉമൈർ ഇബ്നുൽ ഹമ്മാം റളിയല്ലാഹു അൻഹു പ്രവാചകനോടൊപ്പം നിൽക്കുന്നു. മുശ്രിക്കീങ്ങൾ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖൂമൂ ഇലൽ ജന്ന, സ്വഹാബ സ്വർഗത്തിന് വേണ്ടി എഴുന്നേൽക്കുക. അർളുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വിശാലമാണ് സ്വർഗം. ഉമൈർ ഇബ്നുൽ ഹമ്മാം റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അർളുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗമോ? നഅം, അതെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൈകളിൽ കുറച്ച് ഈത്തപ്പഴം ഉണ്ടായിരുന്നു. ഒരു ഈത്തപ്പഴം വായയിലുമുണ്ട്. ആ ഈത്തപ്പഴം പുറത്തേക്കെടുത്ത്, ഇത് കഴിക്കാനുള്ള സമയം പോലും എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ബദറിന്റെ രണാങ്കണത്തിലേക്ക് എടുത്തു ചാടുകയും അവിടെ ഷഹീദാവുകയും ചെയ്ത ഉമൈർ ഇബ്നുൽ ഹമ്മാം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഉമൈർ ഇബ്നുൽ ഹമ്മാം റളിയല്ലാഹു അൻഹു പ്രവേശിച്ച സ്വർഗത്തിലേക്കാണ് നമുക്കും പ്രവേശിക്കാനുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്ന് നജിദിൽ നിന്ന് വന്നുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നു. അവർ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. നാട്ടിലേക്കെത്തി അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾ കള്ളപ്രവാചകത്വം വാദിക്കുന്നു, മുസൈലിമത്തുൽ കദ്ദാബ്. അയാൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഒരു കത്തെഴുതി. ഇതാ അള്ളാഹുവിന്റെ പ്രവാചകനായ മുസൈലിമയിൽ നിന്നും മറ്റൊരു പ്രവാചകനായ മുഹമ്മദിന് എഴുതുന്ന കത്ത് എന്ന് പറഞ്ഞ് പ്രവാചകന്റെ അടുത്തേക്ക് കത്ത് കൊടുത്തയച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കത്ത് വായിച്ച് മുസൈലിമയ്ക്ക് ശക്തമായ ഒരു മറുപടി കത്ത് എഴുതുന്നു. അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദിൽ നിന്നും കള്ളപ്രവാചകനായ മുസൈലിമക്ക് എഴുതുന്ന കത്ത് കൊണ്ടുകൊടുക്കുവാൻ ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുന്നു. ആയിരക്കണക്കിന് മൈലുകൾ താണ്ടി, കാടുകളും കാട്ടാറുകളും താണ്ടി, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലെ ആ ചൂട് താങ്ങി
അദ്ദേഹം യമാമയിലേക്ക് യാത്ര പുറപ്പെടുന്നു. മുസൈലിമയുടെ കൊട്ടാരത്തിലെത്തുന്നു. മുസൈലിമക്ക് കത്ത് കൈമാറി ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ ബന്ദിയാക്കുവാൻ മുസൈലിമ കൽപ്പിക്കുന്നു. മുസൈലിമ ബന്ദിയാക്കി. ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദ്യം, അതശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് താങ്കൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ആവേശത്തോടുകൂടി സ്വഹാബി പറഞ്ഞു, നഅം, അതെ, ഞാൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. വതശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാനും അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് താങ്കൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇന്ന ഫീ ഉദുനൈ സമമൻ അമ്മാ തഖൂൽ, നീ പറയുന്നത് കേൾക്കുവാൻ എന്റെ കാതുകൾക്ക് സാധിക്കുന്നില്ലല്ലോ. എന്റെ കാതുകൾക്ക് എന്തോ അടപ്പ് വെച്ചിട്ടുണ്ടല്ലോ, നിന്റെ വാക്കുകൾ കേൾക്കുവാൻ സാധിക്കുന്നില്ലല്ലോ. മുസൈലിമ ചോദ്യം ആവർത്തിച്ചു, അതശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് താങ്കൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ആവേശത്തോടുകൂടി ഹബീബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഞാൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. വതശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാനും അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് താങ്കൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ലാ അസ്മഉ ശൈഅ, എനിക്കൊന്നും കേൾക്കുവാൻ സാധിക്കുന്നില്ലല്ലോ. നിന്റെ ദുഷിച്ച ചോദ്യം പോലും എന്റെ കാതുകൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നില്ലല്ലോ. മുസൈലിമത്തുൽ കദ്ദാബ് തിളച്ചു മറിയുന്ന ഒരു എണ്ണപാത്രം കൊണ്ടുവരികയും ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് ഒരു മാംസക്കഷ്ണം പിഴുതെടുക്കുകയും ചെയ്യുന്നു. ചോര വാർന്നൊലിച്ചുകൊണ്ടിരിക്കുന്നു. മുസൈലിമ ചോദ്യം ആവർത്തിക്കുന്നു, വതശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് അംഗീകരിക്കുന്നുണ്ടോ? ലാ അസ്മഉ ശൈഅ, എനിക്ക് നിന്റെ ചോദ്യം കേൾക്കുവാൻ സാധിക്കുന്നില്ലല്ലോ. രണ്ടാമതും മാംസക്കഷ്ണം പിഴുതെടുക്കുന്നു. രക്തം വാർന്നൊലിക്കുന്നു. മുസൈലിമ ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്നും അളുവൻ മാംസക്കഷ്ണം പിഴുതെടുത്ത് ചോര വാർന്നൊലിക്കുന്ന ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പ്രിയമുള്ളവരെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പോയ സ്വർഗത്തേക്കാണ് ഞമ്മക്കും പോവാനുള്ളത്. പ്രിയമുള്ളവരെ, ആലോചിക്കുക, എന്താണ് കൈകളിലുള്ളത്? ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയം, ഇത്രയധികം ശ്രേഷ്ഠതകളുള്ള ആ സ്വഹാബത്ത് പോലും ഒരു പ്രതീക്ഷയോടും കഴിച്ചു കൂട്ടിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര തവണയാണ് പറഞ്ഞത്, റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഖുർആനിൽ എത്ര തവണ പറഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ നോക്കി പറഞ്ഞില്ലേ, ഇഅ്മലൂ മാ ശിഅ്തും ഖദ് ഗഫർതു ലക്കും, ഇഷ്ടമുള്ളത് ചെയ്തോ, നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. എന്നാൽ ആ ബദരീങ്ങൾ പോലും, ഈ സ്വഹാബത്ത് പോലും, ഇത്രയും മഹത്വങ്ങളുള്ള ഈ സലഫുകൾ പോലും ഒരു പ്രതീക്ഷയോടും കൂടി ഇരുന്നിട്ടില്ല. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ മരണവേള നമുക്ക് ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് സ്വഹാബത്ത് വരുന്നു. അദ്ദേഹം ചോദിക്കുകയാണ്, ഉൻളുറു ഹൽ അസ്ബഹന, നേരം പുലർന്നിട്ടുണ്ടോ സ്വഹാബ, നിങ്ങളൊന്ന് നോക്കണം. സ്വഹാബത്ത് നോക്കിയിട്ട് പറഞ്ഞു, നേരം പുലർന്നിട്ടില്ല. വീണ്ടും അദ്ദേഹം കുറച്ചു കഴിഞ്ഞ് ചോദ്യം ആവർത്തിച്ചു, ഉൻളുറു ഹൽ അസ്ബഹന, നേരം പുലർന്നോ? അതേ മുആദ്, നേരം പുലർന്നിട്ടുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അഊദു ബില്ലാഹി മിൻ ലൈലത്തി സ്വബാഹിഹാ ഇലന്നാർ, ദാ ഈ പകല് കടന്നു പോകുമ്പോൾ, ഈ മുആദ് മരണപ്പെടുമ്പോൾ, ഈ പകലിൽ മുആദിന്റെ മരണം, അതിനുശേഷം ഞാൻ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ, ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. ആരാണാ പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ സമൂഹത്തിൽ ഉലമാക്കളുടെ മുന്നിൽ നാളെ യൗമൽ ഖിയാമ പരലോകത്ത് മുആദ് ഇബ്നു ജബൽ നടക്കും. പരലോകത്ത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉലമാക്കളുടെ മുന്നിലായിരിക്കും നടക്കുക. സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഹറാമും ഹലാലും ഏറ്റവും കൂടുതൽ അറിയുന്ന മഹാനായ സ്വഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒരു പ്രതീക്ഷയോടും ഇരുന്നിട്ടില്ല. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുമ്പോൾ സ്വഹാബാക്കൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഉമർ, താങ്കൾ സന്തോഷിക്കുക, റസൂലിന്റെ കൂടെ താങ്കൾ ജീവിച്ചു, റസൂൽ താങ്കളെ വിട്ടുപിരിയുമ്പോൾ റസൂൽ താങ്കളിൽ തൃപ്തനാണ്. അബൂബക്കറിന്റെ കൂടെ താമസിച്ചു, അബൂബക്കറും താങ്കളിൽ തൃപ്തനാണ്. സ്വഹാബാക്കളെല്ലാം താങ്കളിൽ തൃപ്തനാണ്, താങ്കൾ സന്തോഷിക്കുക. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ലൗ അന്നലി തുലാഅൽ അർളി ദഹബ ലഫ്തദൈതു ബിഹി മിൻ അദാബില്ലാഹി ഖബ്ല അൻ അറാ. അബ്ബാസേ, ഞാൻ വിചാരിക്കുന്നത്, ഈ ഭൂമി മുഴുവൻ എനിക്ക് സ്വർണമുണ്ടെങ്കിൽ അത് മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദണ്ഡം നൽകിയിട്ടെങ്കിലും അവനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് അവന്റെ ശിക്ഷയിൽ നിന്നും ഞാൻ രക്ഷപ്പെടണമെന്നാണ്.
ഇതാരാണ് പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉമറും ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ്. ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ, എനിക്ക് ശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് ഉമർ ആകുമായിരുന്നു. ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഫറഅയ്തു ഖസ്റൻ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ ഒരു കൊട്ടാരം ഞാൻ അവിടെ കാണുകയും ലിശാബിൻ മിൻ ഖുറൈശ്, ഇത് ഖുറൈശികളുള്ള ഒരു യുവാവിനാണ് എന്ന് മലക്കുകൾ പറയുകയും ലിഉമർ ഇബ്നുൽ ഖത്താബ്, ഇത് ഖത്താബിന്റെ മകൻ ഉമറിനുള്ളതാണ് എന്ന് മലക്കുകൾ പറയുകയും ചെയ്ത അത്രയധികം ഫളായിലുകളുള്ള, അത്രയധികം തഖ്വയുള്ള, അത്രയധികം ശ്രേഷ്ഠതകളുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയധികം പ്രശംസിച്ച സ്വഹാബി പറയുകയാണ്, ഭൂമി മുഴുവൻ സ്വർണമുണ്ടായിരുന്നുവെങ്കിൽ അത് കൊടുത്തിട്ടെങ്കിലും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും ഞാൻ രക്ഷപ്പെടുമായിരുന്നു. സുഫിയാൻ സൗരി റഹ്മഹുല്ലാ മരണവേളയിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഹമ്മാദ് ഇബ്നു സലമ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറയുന്നുണ്ട്, അബ്ശിരി യാ അബാ അബ്ദുല്ലാ, അബൂ അബ്ദുല്ലാ, താങ്കൾ സന്തോഷിക്കുക, താങ്കൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞ് സന്തോഷത്തിന്റെ വാർത്തകൾ പറയുകയാണ്. അവിടെ സുഫിയാൻ സൗരി റളിയല്ലാഹു റഹ്മഹുല്ലയുടെ മറുപടി, യാ ഹമ്മാദ്, ഓ ഹമ്മാദേ, അതളുന്നു അന്ന മിസ്ലി യൻജു മിനന്നാർ, എന്നെ പോലുള്ളവർ നരകത്തിൽ നിന്നും രക്ഷപ്പെടുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അതളുന്നു അന്ന മിസ്ലി യൻജു മിനന്നാർ, എന്നെ പോലുള്ളവർ നരകത്തിൽ നിന്നും രക്ഷപ്പെടുമെന്ന് ഹമ്മാദേ നീ വിചാരിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഈ ചോദ്യം നമ്മളെ വെച്ചൊന്ന് വിചാരിക്കാം. നമ്മളെ വെച്ച് ഈ ചോദ്യം ഒന്ന് ചോദിച്ചു നോക്കുക. മഹാന്മാരായ പണ്ഡിതന്മാർ പോലും, സ്വഹാബത്ത് പോലും, സലഫുകൾ പോലും മരണസമയത്ത് വേവലാതിപ്പെട്ടുകൊണ്ടാണ് എങ്കിൽ, അസ്വസ്ഥപ്പെട്ടുകൊണ്ടാണ് എങ്കിൽ, ഒരു പ്രതീക്ഷയുമില്ലാതെയാണ് എങ്കിൽ അവർ മരണത്തെ കാത്തിരുന്നത് എങ്കിൽ എന്താകും നമ്മുടെ അവസ്ഥ? ഈ ഉമ്മത്തിലെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ, എല്ലാ ഉമ്മത്തിലെയും അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഭൂമിയിലെ മുഴുവൻ ആളുകളുടെ ഈമാൻ ഒരു തട്ടിലും അബൂബക്കറിന്റെ ഈമാൻ മറ്റൊരു തട്ടിലും വെച്ചാൽ അബൂബക്കറിന്റെ ഈമാൻ കനം തൂങ്ങും. സുബ്ഹാനല്ലാഹ്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണവേളയിൽ ആയിഷ റളിയല്ലാഹു അൻഹ വന്ന് പറയുകയാണ്, കവിതകൾ പാടി ഉപ്പയെ സന്തോഷിപ്പിക്കുകയാണ്, ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മോളെ, ഈ സമയത്ത് നീ ഇതല്ല പറയേണ്ടത്. വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്, മരണവെപ്രാളം അതിന്റെ യാഥാർത്ഥ്യവും കൊണ്ട് വന്നിരിക്കുന്നു, അതിനെക്കുറിച്ച് പറമോളെ, അള്ളാഹുവിന്റെ ആയത്തോത് എന്ന് പറയുന്ന മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെട്ട ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ പണ്ഡിതയായ നമ്മുടെ ഉമ്മ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മരണവേളയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വരുന്നുണ്ട്. അവർ വന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിക്കുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി, ഫഅസ്നാ അലയ്യ, ഇബ്നു അബ്ബാസ് എന്നിലേക്ക് വന്ന് എന്നെ പുകഴ്ത്തുന്നു. വവദിത്തു അന്നി കുന്തു നസിയം മൻസിയ, എന്നാൽ ഞാൻ വിചാരിക്കുന്നത് മറിയം റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ ആരാരും ഓർക്കപ്പെടാതെ, ആരാരും അറിയപ്പെടാതെ ഞാൻ ഒന്നുമല്ലാതെ ആയിപ്പോയിരുന്നുവെങ്കിൽ, ഈ മരണത്തിന് മുന്നിൽ ആരാരും എന്നെ ഓർക്കപ്പെടാത്ത ഒരു സ്ത്രീയായിരുന്നുവെങ്കിൽ എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ. മഹാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണവേളയിൽ കരയുകയാണ്. സ്വഹാബത്ത് വന്ന് അദ്ദേഹത്തിന്റെ ചുറ്റും നിൽക്കുന്നു. സ്വഹാബത്തിന്റെ ചോദ്യം, അബൂ ഹുറൈറ മരണത്തെ പേടിച്ച് കരയുകയാണോ? അദ്ദേഹത്തിന്റെ മറുപടി, അല്ല സ്വഹാബ, മരണത്തെ പേടിച്ചല്ല അബൂ ഹുറൈറ കരയുന്നത്. അസ്സഫറു ത്വീൽ, ദീർഘമായ യാത്രക്കാണ് അബൂ ഹുറൈറ ഒരുങ്ങുന്നത്. മരണത്തിന് ശേഷം, ഖബറിന്റെ ജീവിതത്തിന് ശേഷം, മരണാനന്തര ജീവിതത്തിൽ മീസാനിന് ശേഷം, കിതാബുകൾ തന്നതിന് ശേഷം, വിചാരണയ്ക്ക് ശേഷം, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ വേർതിരിക്കുന്ന ദിവസം വരെ അബൂ ഹുറൈറയ്ക്ക് യാത്ര ചെയ്യാനുണ്ട്. അസ്സഫറു ത്വീൽ, ദീർഘമായ യാത്രയാണ്. വസ്സാദു ഖലീൽ, എന്നാൽ കൈകളിൽ പാദയങ്ങളില്ല. 5000 ചില്ലാനം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഊണുമുറക്കവും മാറ്റിവെച്ച് ദീന് പഠിക്കുവാൻ നടന്ന, പലപ്പോഴും വിശപ്പ് കാരണം ബോധം കെട്ട് വീണ മഹാനായ സ്വഹാബി പറയുകയാണ്, വസ്സാദു ഖലീൽ, കൈകളിൽ പാദയങ്ങൾ കുറവാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എന്ത് പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത്? പക്ഷെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, എന്തൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാലും മനുഷ്യന്റെ പ്രത്യേകത, അവൻ ദുനിയാവിലെ ജീവിതത്തിനെ ഇഷ്ടപ്പെടുന്നവനാണ്.
പരലോക ജീവിതത്തെക്കാൾ ദുനിയാവിലെ ജീവിതത്തിന് അവൻ സ്വാധീനം നൽകുന്നവനാണ്. അല്ലാഹു പറഞ്ഞില്ലേ, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ. ദുനിയാവിലെ ജീവിതത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, പരലോകത്തെ അവർ വിട്ടേക്കുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. 3 കമ്പുകൾ എടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് തൻ്റെ അടുക്കൽ കുത്തി, 2 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത് കുത്തി, 3 അല്പം വിദൂരത്തായി റസൂൽ കുത്തി. ഇന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതെന്താണെന്ന് അറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, അള്ളാഹുവിനും റസൂലിനും അറിയാം. സ്വഹാബ, ഒന്നാമത്തെ കമ്പ് അത് മനുഷ്യനാണ്, രണ്ടാമത്തേത് അവൻ്റെ സ്വപ്നങ്ങളാണ്, അവൻ്റെ മരണമാണ്. രണ്ടാമത്തേത് അവൻ്റെ മരണമാണ്. മൂന്നാമത്തേത് അവൻ്റെ സ്വപ്നങ്ങളാണ്, അവൻ്റെ ആഗ്രഹങ്ങളാണ്. മനുഷ്യൻ അവൻ്റെ സ്വപ്നങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും ഓടിക്കൊണ്ടേയിരിക്കും. എന്നാൽ അത് പൂർത്തിയാകുന്നതിന് മുമ്പേ, അത് മുഴുവിപ്പിക്കുന്നതിന് മുമ്പേ അവൻ്റെ മരണം അവനെ കണ്ടെത്തും. നമ്മുടെ സ്വപ്നങ്ങളിൽ, നമ്മുടെ ആഗ്രഹങ്ങളിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര വിഡ്ഢികളാണ്. കാരണം ആലോചിച്ച് നോക്കൂ, ദുനിയാവിലെ എന്തൊരു വസ്തുവും നമുക്ക് സെലക്ട് ചെയ്യുവാൻ, തിരഞ്ഞെടുക്കുവാൻ 2 അവസരം നൽകിയാൽ ഏറ്റവും നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കും. നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങാൻ പോയാൽ കടയത്താളിങ്ങനെ പറയാണ്, ദാ ഈ ഫ്രിഡ്ജ് 5 വർഷം നിൽക്കും, അത് ഉറപ്പാണ്. ഈ ഫ്രിഡ്ജ് 2 വർഷം നിൽക്കും, പിന്നെ കേട് വന്നേക്കാം. നമ്മൾ ഏത് തിരഞ്ഞെടുക്കും? 5 വർഷം, കുറച്ച് പണം കൂടിയാലും കുഴപ്പമില്ല, 5 വർഷം നിലനിൽക്കുന്ന ആ ഫ്രിഡ്ജ് നമ്മൾ തിരഞ്ഞെടുക്കും. പരലോകത്തെ ജീവിതത്തെ അപേക്ഷിച്ച് ദുനിയാവിലെ ജീവിതം എത്രയോ കുറവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ. പ്രവാചകരെ അവരോട് പറ, മതാഉദ് ദുനിയാ ഖലീൽ. ദുനിയാവിലെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഖലീൽ, അത് വളരെ കുറച്ച് മാത്രമാണ്. വൽ ആഖിറതു ഖൈറുൽ ലിമനിത്തഖാ. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ആഖിറത്താണ്. വൽ ആഖിറതു ഖൈറും വ അബ്ഖാ. എന്നെന്നും നിലനിൽക്കുന്നതും ഏറ്റവും ഉത്തമമായിട്ടുള്ളതും ആഖിറത്താണ്. അത് വിട്ടേച്ചുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ ഓടുമ്പോൾ എത്ര വിഡ്ഢികളാണ് മനുഷ്യന്മാർ. സ്വർഗത്തിലൊരു മരത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, 100 വർഷം ഒരു കുതിരപ്പടയാളി അതിന്റെ തണലിലൂടെ സഞ്ചരിച്ചാലും അതിന്റെ നിഴൽ മുറിഞ്ഞു പോവുകയില്ല. സ്വർഗത്തിലെ നദികളെ കുറിച്ച് പറഞ്ഞില്ലേ, അത് കിടങ്ങുകളില്ലാതെ, കരകളില്ലാതെ ഒഴുകുന്ന നദികളാണ്. അത്രയും വിശാലമായ, അത്രയും ഉന്നതമായ വിഭവങ്ങളാണ് നാളെ പരലോകത്ത് മുറിഞ്ഞു പോകാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള ആസ്വാദനങ്ങളും അനുഗ്രഹങ്ങളും മുറിഞ്ഞു പോകാത്തതാണ്, ഒരിക്കലും നഷ്ടം സംഭവിക്കാത്തതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതിനു വേണ്ടി ഒരുങ്ങുവാൻ, അത് നേടിയെടുക്കുവാനുള്ള വിഭവങ്ങളിലേക്ക് മത്സരിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മരണം നമുക്ക് ആശ്വാസമാകുമോ, അതല്ല മറ്റുള്ളവർക്ക് ആശ്വാസമാകുമോ, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ അൽഹംദുലില്ലാ പറയുന്ന അവസ്ഥയുണ്ടാകുമോ, അതല്ല നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസം ലഭിക്കുന്ന അവസ്ഥയാകുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മുസ്തരീഹുൻ വ മുസ്തറാഹുൻ മിൻഹു. ചില മരണങ്ങൾ അത് ആശ്വാസം നൽകുന്നതാണ്, എന്നാൽ ചില മരണങ്ങൾ അതിൽ നിന്ന് മറ്റുള്ളവർക്ക് ആശ്വാസമാണ്. സ്വഹാബത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ റസൂൽ പറയാണ്, അൽ അബ്ദുൽ മുഅ്മിനു യസ്തരീഹു മിൻ നസബിദ് ദുനിയ വ അദാഹാ ഇലാ റഹ്മത്തില്ലാ. ഒരു മുഅ്മിനായ അടിമ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ദുനിയാവിലെ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം അവൻ ആശ്വാസമാണ്, അവൻ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്കുള്ള യാത്രയിലാണ്. വൽ അബ്ദുൽ ഫാജിറു, എന്നാൽ തെമ്മാടിയായ ഒരു അടിമയാണെങ്കിലോ, യസ്തരീഹു മിൻഹുൽ ഇബാദു വൽ ബിലാദു വശജറു വദ്ദവാബ്. അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ആശ്വാസമാണ്, അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ചില നാടുകൾക്ക് ആശ്വാസമാണ്, അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ചില വൃക്ഷങ്ങൾക്ക് ആശ്വാസമാണ്, അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ചില ജീവജാലങ്ങൾക്ക് പോലും ആശ്വാസമാണ്. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെയുള്ള മരങ്ങൾ സന്തോഷിക്കുന്ന, പല നാടുകളും ആശ്വാസം കൊള്ളുന്ന, പല ജീവജാലങ്ങളും അതുമൂലം ആശ്വാസം കൊള്ളുന്ന അവസ്ഥയിലാണോ പ്രിയമുള്ളവരെ ഉണ്ടാവുക? അതല്ല നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്കുള്ള, സ്വർഗീയാനുഗ്രഹങ്ങളിലേക്കുള്ള യാത്രയിൽ സന്തോഷിക്കുന്ന അവസ്ഥയിലായിരിക്കുമോ നമ്മളെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആശ്വാസം ലഭിക്കുന്ന മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. നെറ്റിയിൽ വിയർപ്പ് തുള്ളികളുമായി ഈ ലോകത്ത് നിന്ന് യാത്ര തിരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഹുസ്നുൽ ഖാത്തിമത്തിന് വേണ്ടി, നല്ല പര്യാവസാനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം.
ഇസ്തിഖാമത്തോടു കൂടിയുള്ള മരണത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം, തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മരണം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ ദീനിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ഇസ്തിഖാമത്തോടു കൂടി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മലക്കുൽ മൗത്ത് ഇറങ്ങി വരുന്ന സമയത്ത് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട്, സ്വർഗീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് റൂഹ് പിടിക്കുന്നൊരു കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ആളുകളുടെ അള്ളാഹുവെ അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണമേ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുടെ അള്ളാഹുവെ അവരുടെ കടങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുടെ അള്ളാഹുവെ അവരുടെ ഹലാലായ ആഗ്രഹങ്ങളെല്ലാം നീ സാധിച്ചു കൊടുക്കണമേ. അള്ളാഹുവെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരുണ്ട്, അവർക്ക് നീ സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.